ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളെങ്കിലും പാരൻസ് ആയിരിക്കും അല്ലേ, ഒരു അമ്മയോ ഒരു അച്ഛനോ ഒക്കെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും ഇൻ ഫ്യൂച്ചർ ആവാൻ പോകുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വളർത്തേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഈ കുട്ടികളെ വളർത്തുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അല്ലേ അത്. കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും നമ്മളെ കുട്ടികൾ വളരെ പെർഫെക്റ്റോട് കൂടി വളരണം, അവർ നല്ല കുട്ടികളായിരിക്കണം എന്നുള്ളതൊക്കെ അല്ലേ. അപ്പം അതിനുവേണ്ടി നമ്മൾ പല പല കാര്യങ്ങളും അവരിലേക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും, നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് എപ്പോഴും വാക്കുകളേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരെ പ്രവർത്തികളായിരിക്കും. അപ്പോൾ വേറൊരാൾ ചെയ്യുന്നത് കണ്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നിങ്ങൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പാരൻസ് ആദ്യം അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ എന്തെങ്കിലും നല്ല ശീലങ്ങൾ അവരിൽ വളരണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളും കൂടെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രവർത്തികളിലൂടെ ആയിരിക്കണം അവരത് പഠിക്കേണ്ടത്. നിങ്ങൾ അവരുടെ റോൾ മോഡൽ ആവുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങളും ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഉത്തരവാദിത്വം അവരെ തന്നെ ഏറ്റെടുക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അവർ എന്ത് നല്ലത് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും പാരൻസിനാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി അവർ തന്നെ ഏറ്റെടുക്കട്ടെ. അത് നമ്മുടെ ആ ഒരു കുട്ടികളുടെ ക്യാരക്ടർ ബിൽഡിങ്ങിൻ്റെ വലിയൊരു ഭാഗമാണ് കേട്ടോ. അത് അവർ നല്ലൊരു ക്യാരക്ടറുള്ള വ്യക്തികളായി മാറിത്തീരണമെങ്കിൽ, നല്ല മെച്യൂരിറ്റി അവരിൽ വളർത്തിയെടുക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചേ മതിയാവും. അല്ലാണ്ട് എൻ്റെ കുട്ടികൾ ചെറുതാണ്, അവരെ കൊണ്ട് അത് പാട്ടില്ല ഇത് പാട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കുഞ്ഞു കുഞ്ഞു റെസ്പോൺസിബിലിറ്റീസ് എങ്കിലും അവരെ ഏറ്റെടുപ്പിക്കുന്ന വിധത്തിൽ വേണം അവരെ വളർത്തിയെടുക്കാൻ. ഓക്കെ. രണ്ടാമതായിട്ട്, കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഉത്തരവാദിത്വം അവരെ തന്നെ ഏറ്റെടുക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അവർ എന്ത് നല്ലത് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും പാരൻസിനാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി അവർ തന്നെ ഏറ്റെടുക്കട്ടെ. അത് നമ്മുടെ ആ ഒരു കുട്ടികളുടെ ക്യാരക്ടർ ബിൽഡിങ്ങിൻ്റെ വലിയൊരു ഭാഗമാണ് കേട്ടോ. അത് അവർ നല്ലൊരു ക്യാരക്ടറുള്ള വ്യക്തികളായി മാറിത്തീരണമെങ്കിൽ, നല്ല മെച്യൂരിറ്റി അവരിൽ വളർത്തിയെടുക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചേ മതിയാവും. അല്ലാണ്ട് എൻ്റെ കുട്ടികൾ ചെറുതാണ്, അവരെ കൊണ്ട് അത് പാട്ടില്ല ഇത് പാട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കുഞ്ഞു കുഞ്ഞു റെസ്പോൺസിബിലിറ്റീസ് എങ്കിലും അവരെ ഏറ്റെടുപ്പിക്കുന്ന വിധത്തിൽ വേണം അവരെ വളർത്തിയെടുക്കാൻ. ഓക്കെ. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും പാരൻസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കുട്ടികൾ എൻ്റെ അടുത്തൊരു ഫ്രണ്ട്ലി അപ്രോച്ചിലൂടെ കടന്നു പോകണം, ഞാൻ ഒരു ഫ്രണ്ട്സ് രീതിയിൽ വേണം പോകാനായിട്ട്. അപ്പോൾ കുറേ കൂടെ കാര്യങ്ങളാകും നമ്മളടുത്ത് തുറന്ന് സംസാരിക്കുന്നുള്ളത് അല്ലേ. അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ഈ തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ അവരിൽ എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. എപ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ ചെവി കൊണ്ട് മാത്രം കേൾക്കാണ്ട് ഹൃദയം കൊണ്ടുകൂടി കേൾക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ചില പാരൻസ് ഉണ്ട്, അവർ പറയുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കേൾക്കും, പക്ഷേ ഈ പാരൻസിന് ദഹിക്കാത്ത, ഡൈജസ്റ്റ് ആവാത്ത, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വായടപ്പിക്കും. പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവരുടെ സന്തോഷങ്ങളായിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, വേറെ എന്ത് ഫീലിങ്സോ ആയിക്കോട്ടെ, അവർ ഓപ്പൺ ആയിട്ട് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലെവലിൽ വേണം അവരെ വളർത്തിയെടുക്കാൻ. അപ്പോൾ മാത്രമാണ് അവരുടെ ഉള്ളിലുണ്ടാവുന്ന വികാരങ്ങളും വിചാരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവരുടെ എന്തെങ്കിലും തെറ്റായിട്ട് മനസ്സിലാക്കി വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്തി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന എന്ത് കാര്യമായിക്കോട്ടെ നമ്മളൊരു ചിരിച്ച മുഖത്തോടു കൂടി കേൾക്കുക. തെറ്റുകൾ അവർ പറയുന്നുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി കൊടുക്കാനായിട്ട് നോക്കുക. എപ്പോഴും ഹൃദയം കൊണ്ട് കുട്ടികളുടെ വാക്കുകളെ കേൾക്കാനായിട്ട് നോക്കുക. പിന്നെ ബഹുമാനം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാരൻസ് ആദ്യം അത് ചെയ്യണം. ഏതൊരു വ്യക്തിയെയും മറ്റ് സഹജീവികളുടെ അടുത്തൊക്കെ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് പെരുമാറാനും സംസാരിക്കാനും നിൽക്കാനും ഒക്കെ നിങ്ങൾ പാരൻസ് ആദ്യം നിങ്ങൾ ശീലിക്കുക. അപ്പം നിങ്ങൾ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുട്ടികളും അത് ഉൾക്കൊള്ളാനായിട്ട് തുടങ്ങും. ഓക്കെ. അപ്പോൾ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കും. പിന്നെ നമ്മുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിറ്റർമിനേഷൻ വേണം, ഹാർഡ് വർക്ക്
വേണം, ഡെഡിക്കേഷൻ വേണം അല്ലേ? ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ്, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈസി അല്ല എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ പാരൻസ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് ഇത്തിരി ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും, നിങ്ങളുടെ ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും അവരെ അറിയിക്കാനായിട്ട് നോക്കിയത്. പരാജയങ്ങൾ, തോൽവികൾ നമ്മുടെയൊക്കെ ലൈഫിന്റെ ഭാഗമാണെന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോ തോൽവികളും നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ആ തോൽവികളിൽ നിന്നൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുന്നതിന്റെ രണ്ട് കാരണമുണ്ട്. ഒന്ന്, നിങ്ങളുടെ പാരൻസിന്റെ പരാജയങ്ങൾ കണ്ട് വളർന്നവരാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ പാരൻസ് തോറ്റു പോവുകയാണ്, തളർന്നു പോകുന്നത് കണ്ട് വളർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോകും. സോ അങ്ങനെ പാരൻസ് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഓരോ തോൽവികളിലും പരാജയങ്ങളിലും വീട് പോവാണ്ട് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക, അതിൽ നിന്ന് ഓരോ ലെസൺസ് പഠിച്ചുകൊണ്ടേയിരിക്കുക. അത് നിങ്ങളുടെ കുട്ടികൾ കാണണം, എന്നാൽ മാത്രമാണ് അവർ മനസ്സിലാക്കുകയുള്ളൂ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ അധികവും പരീക്ഷയ്ക്ക് 2 മാർക്ക് കുറഞ്ഞാൽ പോലും അതിൽ വിഷമം കണ്ട് ഭയങ്കര ഫീൽ ചെയ്ത് സൂയിസൈഡ് ചെയ്യുന്ന വരെ കുട്ടികൾ ഒത്തിരി ഉണ്ട്. അതങ്ങനെ ആ ഒരു രീതിക്ക് കുട്ടികളെ വളർത്താത്തത് കൊണ്ടാണ്. ചെറിയ തെറ്റുകൾക്ക് പോലും കുട്ടികൾ അത്രയും അധികം ശാസിക്കുന്നത് കൊണ്ടാണ്. സോ അങ്ങനത്തെ മിസ്റ്റേക്കുകളൊന്നും ചെയ്യരുത്. ഓരോരോ തോൽവികളും നമ്മുടെ ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി വേണം കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട്.